ഹലോ ഗൈസ്, പുതിയ ആർട്സ് വന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലർ റിലീസായ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലേക്ക് പോവാം. ഫസ്റ്റ് ഷോട്ടിലായിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ ഒരു സ്കൈ സ്കേപ്പറിന് മുകളിലിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസിക് ആയിട്ട് നമ്മുടെ അപ്സൈഡ് ഡൗൺ ആണ് നമ്മുടെ പീറ്റർ പാർക്കറാണ് ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ നമ്മളിത് നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർ വേഴ്സിൽ നമ്മൾ കണ്ടിട്ടാണ് നമ്മുടെ മൈൽസ് മൊറാൾസും സ്പൈഡറും എന്നും കൂടിയിട്ട് ഒരു സ്കൈ സ്കേപ്പർ മേലെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ സ്പീഡ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ മാജിക്കിന് കാണാൻ പറ്റും. I can't believe our first hit MIT. MJ, come on, pretend like. അപ്പോൾ നമ്മുടെ നെഡിന് MJ ഫസ്റ്റ് ഡേ MIT കയറിയിട്ട്, പക്ഷെ നമ്മുടെ പീറ്റർ പാർക്കറിന് ഇതുവരെ നമ്മുടെ MIT കയറാൻ പറ്റിയില്ല. കാരണം പീറ്റർ പാർക്കറിനെ എല്ലാവരും മറന്നു. അപ്പോൾ ഹി ക്യാൻ ഗോ. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ കയ്യിൽ ഇപ്പോൾ വെബ് ഷൂട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. You're not the happiest you've ever been in your entire life. I can't. I knew it. നമ്മുടെ പീറ്റർ പാർക്കറിന്റെ കൂടെ അല്ലാഞ്ഞിട്ടും MJ ഭയങ്കര ഹാപ്പി ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പീറ്റർ പാർക്കറിന് അതിലും ഭയങ്കര വിഷമമാണ് ചെയ്തേക്കുന്നത്. പിന്നെ പീറ്റർ പാർക്കർ ക്ലാസിക് ഫീൽഡിലും ഒക്കെ ഉള്ളതാണ് ഈ മറ്റേ സ്വിങ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു റീക്രിയേഷനാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ട കണ്ണിൻ്റെ ഷോട്ടിൽ എന്തോ ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന സീൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ഒരു ക്ലസ്റ്റോർഫോബിക് ഫീലിംഗ് ആണ് നമുക്കിപ്പോൾ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പീറ്റർ പാർക്കർ ഇപ്പോൾ ഈ സ്പൈഡർമാൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. Hi, my name is Peter അപ്പോൾ ഈ പേപ്പർ നമുക്ക് അറിയേണ്ടതുകൊണ്ട് നോ വേ ഹോമിൻ്റെ അവസാനം പീറ്റർ പാർക്കർ നമ്മുടെ നെഡിൻ്റെ MJയുടെ അടുത്ത് ഒരു പറയുന്ന രീതിയിൽ പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ പോക്കറ്റിൽ ഇട്ട് വരണതിൻ്റെ ഒരു സീനാണിത്. അപ്പോൾ ഇപ്പോഴും വെബ് ഷൂട്ടേഴ്സ് കയ്യിലുണ്ട്, അതുവരെ മാറിയിട്ടില്ല. Parker. You don't remember me, but we used to know each other. Something bad was. പിന്നെ നമ്മുടെ പീറ്റർ പാർക്കർ എന്തോ ഫൈറ്റിന് ശേഷം വന്ന പോലെ എനിക്ക് തോന്നുന്നു. കാലുമേ നല്ല ബ്രൂയിസസ് കാണാണ്ട്. അപ്പോൾ എന്തോ ചെയ്തിട്ട് വന്നേക്കാണ് ഇവിടെ. അതിൻ്റെ ശേഷം അത് മുഖത്തും ഒരു പാടുണ്ട് കണ്ട അവിടെ. അപ്പോൾ അതിന് ശേഷം വന്ന് തുണി കളിക്കൊണ്ടിരിക്കുകയാണ്. Something bad was going to happen, and the only way to stop it. പിന്നെ നോ വേ ഹോമിൻ്റെ ശേഷം പോലെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ സ്പൈഡർമാനെ പേടിയൊന്നുമില്ല. നമ്മുടെ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ തന്നെ ന്യൂയോർക്ക് സിറ്റി അല്ലേ, ഏതൊരു സിറ്റിയുടെ കിറ്റിയുടെ കീയാണ് നമുക്ക് സ്പൈഡർമാനെ കൊടുക്കുന്നത്. Everyone forget about me. ഈ ന്യൂസ് നമ്മുടെ MJയും നെഡും കാണുന്നു. MJക്ക് നെഡിന് സ്പൈഡർമാൻ അറിയാലോ, പീറ്റർ പാർക്കറിനെ അല്ലേ അറിയാത്തുള്ളൂ. അത് കുഴപ്പമില്ല. ന്യൂസ് Because I'm not just Peter Parker. I'm Spider-Man. ഫ്രാങ്കിനായിട്ടുള്ള സ്വിങ്ങിങ് സീൻ നമ്മുടെ ഫ്രാങ്ക് കാസിൽ കാണിക്കാൻ നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ഫ്രാങ്കിനെ അറിയാം ഓൾറെഡി. അപ്പൊ ഒരു മുമ്പ് കണ്ടുമുട്ടിയ ശേഷം പിന്നീട് ഫ്രാങ്ക് പിന്നെയും വരണതാണെന്നാണ്. ഫ്രാങ്കിന്റെ ഇത് തോക്കിനെ തടച്ചു. പക്ഷെ ഇപ്പോഴും നമ്മളൊരു ഇത് മിക്കവാറും ഓർഗാനിക് കിട്ടിയ ശേഷമുള്ള സീനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കുറച്ചുകൂടി അത് തട്ടിയിട്ട് ആ ഫ്രാങ്കിന്റെ ആ വണ്ടി ഇതൊരു PG-13 മൂവി ആയതുകൊണ്ട് ഫ്രാങ്കിനെ നോ തെറി പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഫ്രാങ്കിന്റെ സീരീസിൽ ഫ്രാങ്ക് പറയണ തെറിയോട് ഇത് സ്പൈഡർമാൻ്റെ മൂവി PG-13 അതുകൊണ്ട് നോ തെറി. And sometimes Spider-Man has to do the പാർട്ടിക്ക് കയറി വന്നിട്ട് ഇതിനെ വിളിച്ചോന്നില്ല. പക്ഷെ കയറി വന്നത് hard thing, even if it breaks Peter Parker's heart. നമ്മുടെ MJയുടെ ന്യൂ ബോയ് ഫ്രണ്ട് എല്ലാവരും കണ്ടോ? പുതിയ What is happening to me? കണ്ടോ ബോധം കെട്ട് വീണു. ഇപ്പോൾ നമ്മുടെ MJനെ പുതിയ ബോയ് ഫ്രണ്ട് കിട്ടി. അപ്പോൾ ഇത് അവനൊരു ആൻസൈറ്റി വന്നിട്ട് അവൻ്റെ മ്യൂട്ടേറ്റ് ട്രിഗർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ശരിക്കും വേണ്ടത്. കാരണം അവൻ MJയുടെ ബോയ് ഫ്രണ്ട് കണ്ടപ്പോഴാണ് ആ ഡ്രസ്സിൽ തന്നെയാണ് അവൻ വന്ന് ബോധം കെട്ട് വീണത്. അപ്പം അങ്ങനെ അവൻ സഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ കൊക്കൂണായിട്ട് നമുക്ക് എടുക്കുക ഒരു ജലന്തി വരയുടെ അകത്ത് ഉണ്ട്. അവന് കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഇല്ല, പക്ഷെ അവൻ വലട്ട് പിടിച്ചു. അപ്പോൾ അവനെ ഓർഗാനിക് വെബ് വന്നിട്ടാവും നമുക്ക് വിചാരിക്കാം. എവിടെ ഒരു റിസർച്ച് ചെയ്തിട്ടാവും നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ ബ്രൂസ് ബാനർ പ്രൊഫസർ ആയതുകൊണ്ട് അവൻ്റെ ക്ലാസ്സിക്ക് വന്നിട്ട്. പക്ഷെ ബ്രൂസ് ബാനറിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ പാട് എന്നിട്ടുണ്ട്. ഷീ ഹൽക്കിലുള്ള ആ സമയത്തുള്ള ആ കൈയിൻ്റെ ഫ്രാക്ചർ ഇതിപ്പോഴും മാറിയിട്ടില്ല. മാറാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ബ്രൂസ് ബാനർ ഇവിടെ പഠിപ്പിക്കുന്നത് ലാറ്റീസ് എന്തോ സാധനമാണ്, ക്വാണ്ടത്തിൻ്റെ എന്തോ സാധനം. അവിടെ ക്വാണ്ടം
എല്ലാത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ബ്രൂസ് ബാനർ പഠിപ്പിക്കണത്. അപ്പോൾ ബ്രൂസ് ബാനർ ഇവിടെ പോയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ബ്രൂസ് You say your name was? If DNA is mutating, ബാനർ റൂം മൊത്തം ഇപ്പോൾ വെറും വല മാത്രം. ബ്രൂസ് ബാനറിന് അറിയാലോ മ്യൂട്ടേഷനെ പറ്റിയിട്ടൊക്കെ. ഗാമ റേഡിയേഷൻ അടിച്ചാൽ മ്യൂട്ടേഷനാണ് അറിയണ ആളുടെ അടുത്താണ് സ്പൈഡറിൻ്റെ ഇതിന് ചോദിക്കണത്. അപ്പോൾ നല്ല രീതിക്ക് could be enormously dangerous. Spiders അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മേ പാർക്കറിൻ്റെ ഗ്രേവി അടിക്ക് പോവുകയാണ്. have 3 life cycles. കാണിച്ചത് നമ്മുടെ സാഡിസിങ്ങിനെ ആയിരിക്കും എവിടെ കൂട്ടിയിട്ട പോലെ ഉണ്ട്. സ്പൈഡർമാൻ ഇത്ര ചെറിയ കൈയില്ല എന്തായാലും. അത് കണ്ട ഒരു സാഡിസിങ് തന്നെയാവും. ഏതൊരു When between cycles, ഇത് നമ്മുടെ സ്പൈഡർമാൻ ഓടിച്ച ടാങ്ക്. it can leave the ഒരു എന്തൊരു spider vulnerable കണ്ട ഈ അമ്മച്ചിയാണ് ഇത് ഓടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? to threats. എന്തോ മൈൻഡ് കൺട്രോളാണ് ഇവിടെ ചെയ്യണം കേട്ടോ. ഈ അതിന് നേരെ ഇങ്ങോട്ടെത്തി. We are faced with a danger that we can't control. One we can't even see. നമ്മുടെ ശാസ്ത്ര ഈ സാധനം നമ്മൾ നേരത്തെ കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ വലട്ട് കിടക്കണ നേരത്തെ മൊത്തം റൂം മൊത്തം വലുള്ള ഭാഗം ആ റൂം തന്നെയാണ് ഈ റൂം. അപ്പോൾ ഇത് മിക്കവാറും സ്പൈഡർമാൻ്റെ ഒരു സ്ഥലമായിരിക്കും. നമ്മൾ സ്പൈഡർമാൻ നോയോൻ്റെ അവസാനത്തിലൊരു ഹാക്കിങ് ചെറിയൊരു സാധനം കണ്ടിട്ടുണ്ടാവുള്ളൂ ആ പോലീസുകാരത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ സ്പൈഡർമാൻ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പുത്തൻ വലിയ സാധനം മേടിച്ചു വെച്ചു. ഇതാണ് നമ്മളവിടെ നേരത്തെ കണ്ടത്. അപ്പോൾ മിക്കവാറും സ്പൈഡർമാൻ്റെ റൂമിലേക്ക് ഇത് നമ്മുടെ സാഡിസിങ് വരണതായിട്ട് തോന്നുന്നത്. ഇത് ആരാ കണ്ട കയ്യൊക്കെ ഉണ്ടോ ജീനിഗിരി ആവും. ജീനിഗിരി സാഡിസിങ് കാറ്റഡ് ജീനിഗിരി എന്നാണ് ഇപ്പോൾ പറയുന്നത് മിക്കവാറും. അപ്പോൾ ജീനിഗിരിക്ക് മൈൻഡ് കൺട്രോളിങ് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ മ്യൂട്ടൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ജീനിഗിരി ആവാൻ സാധ്യത ഉണ്ട്. പക്ഷേ ജീനിഗിരി എന്തിനാ സ്പൈഡർമാനെ Stay out of my. സ്കോർപ്പിയാണ് നമുക്ക് ശേഷം അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോം കമ്മിങ്ങിന് ശേഷം സ്കോർപ്പിയനൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കോർപ്പിയൻ്റെ നമ്മുടെ ഈ വൾച്ചറിൻ്റെയും മറ്റേ ഷോക്കറിൻ്റെ ഒക്കെ ഡ്രസ്സിന് ചേർത്ത് വെച്ചൊരു സാധനം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇതൊരു സയൻസ് സാധനം തന്നെയാണ്. നല്ല ഫറാങ്കിനെ കണ്ടു. പിന്നെ MGയും പീറ്റർ പാർക്കറും കൂടി പീറ്റർ പാർക്കറല്ല MG സ്പൈഡർമാനും കൂടി സംസാരിക്കണം എന്തോ സീനുണ്ട്. അപ്പോൾ MJക്ക് സ്പൈഡർമാൻ അറിയാലോ. അപ്പോൾ നമുക്ക് ഇവർക്ക് സംസാരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണോ ഇല്ല സാധ്യതയില്ല. പിന്നെ നമ്മൾ And for those കുറച്ചുകൂടി നല്ല വേറെ രീതിയിലാണ് ഇപ്പോൾ ഷൂട്ടേഴ്സ് വിടുന്നത്. പിന്നെ മറ്റേ ടാങ്കിനെ അവൻ സ്റ്റോപ്പ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണ നേരത്തെ അത് പോയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറേണ്ടതാവും. എന്നിട്ട് ശേഷമാണ് മറ്റേ ഇതിന് മുമ്പുള്ള സീൻ കാണിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. spiders who make it through. ഒരു കോമിക്സിലുള്ള സീനാണ്. നമ്മുടെ അമേസിങ് ഇതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂയിലുള്ള സീനാണ്. കവർ പേജിൻ്റെ ഒരു റെപ്ലിക്കേറ്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ആരാന്നറിയില്ല. അതൊരു സാധാ മനുഷ്യനാവും. It amounts to a ഇത് വേറെ ഇത് സ്ലോ മോഷനിൽ kind of സിനിമയുടെ തുടക്കത്തിൽ ഓരോ ഫൈറ്റ് ചെയ്യണത്. ഇതാരാന്നറിയില്ല. പക്ഷേ സ്ലോ മോഷൻ നമ്മുടെ ഹാൻഡ്. അപ്പോൾ ഇവരിപ്പോൾ ശരി കോമിക് ആക്യുറേറ്റ് സൂട്ടിലാണ് വന്നേക്കണത്. അപ്പോൾ ഇവരായിട്ടൊരു ഫൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ മുട്ടേറ്റ് ആയി തോന്നുന്നു. കണ്ണ് ഫുള്ള് ചോത്തു. പക്ഷെ നമ്മുടെ നല്ല പവറും ആയി സ്പൈഡർ. അപ്പോൾ എന്ന് വെച്ചാൽ ആ സോഡ് മൊത്തം പൊട്ടിച്ചു കളഞ്ഞു. reap. Nice flowers. സ്പൈഡർമാൻ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ MJയുടെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത്. പക്ഷെ MJ വിളിച്ചിട്ടില്ല. There, കണ്ട ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്. അപ്പോൾ ആരുടെ വീടുണ്ട് ഇവിടെ ബാക്കിൽ നമുക്ക് മൊത്തം കുറേ സ്പൈഡർമാൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. പിന്നെ ഇത് പച്ച മിക്കവാറും ഹൽക്കാവും. ഇത് പച്ച വേണ്ട. അവിടെ കുറച്ച് പച്ച സൈഡിൽ വരണം. പിന്നെ ഇവിടെ കുറച്ച് ചോപ്പല്ല മറ്റേ ഡയർ ഡെവിലിൻ്റെ ആ ചോപ്പും പോലത്തെയും കാണാം. മിക്കവാറും അങ്ങനത്തെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. housewarming gift. അപ്പോൾ MJയുടെ ഹൗസ് വാമിംഗ് ഗിഫ്റ്റിൽ MJ വിളിക്കാണ്ടാണ് നമുക്ക് കയറി വന്നത്. നെഡിനായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നെഡിൻ്റെ എക്സ്പ്രഷൻ കണ്ട നെഡിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ I'm MJ. നെഡിൻ്റെ അത് പക്ഷേ MJയുടെ മൊത്തം ഒന്നും കാണാനില്ല. I'm just a neighbor. ഒരു ഞെട്ടൽ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അത് അന്ന് കാണാം നോക്കിക്കോ. MJ. I'm just a neighbor from across the hall. There, a housewarming gift. ഇവന്റെ മുഖത്ത് നല്ലൊരു ഞെട്ടലുണ്ട്. എനിക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും സാധ്യത. I'm MJ. I'm just a neighbor from across the hall. Friendly neighbor. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ മറ്റേ ആനിമേഷൻ സീരീസിനെ പറ്റിയുള്ളൊരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.